പഠിക്കുന്ന കർത്താവ് കാര്യങ്ങളൊക്കെ കർത്താവ് പ്രയോജനമാകുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നപ്പ സ്വർഗത്തിന്റെ കാര്യമൊക്കെ അവിടെയും വെച്ച കൃപയ്ക്കായ സ്തോത്രം. കർത്താവെ ഇന്ന് കർത്താവെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇന്റർനെറ്റിന്റെ ഒരു പ്രോബ്ലം ഇല്ലാതെ സകലർക്കും വ്യക്തമായി കേൾക്കുവാനുള്ള കൃപ പകരണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ഉയർത്തിയായിട്ട് നസ്രേന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേ. താങ്ക് യു. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേക നമ്മുടെ അഗാപ്പെ ബൈബിൾ കോളേജിന്റെ ഈ ബൈബിൾ പഠന ഭാഗത്ത് ഇന്നത്തെ ഈ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ ലാലു ജേക്കബ്, അപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ സമയം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവവചന പഠനത്തിനായി തന്നെ നാം ഈ സമയം വേർതിരിഞ്ഞ് പഠിക്കുവാനുള്ള ആഗ്രഹത്തോടെ വന്നിരിക്കുമ്പോൾ നമ്മൾ ന്യൂമറ്റോളജിയുടെ ഭാഗങ്ങളാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. ന്യൂമറ്റോളജിയുടെ ഒന്നാം ഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് നാം ഇന്ന് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മോടുകൂടെ ഇരിക്കേണ്ടതിനും ദൈവവചനത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് ഗ്രഹിക്കേണ്ടതിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാരംഭ വാക്കുകളോടെ ഇതിൻ്റെ പാർട്ട് 2 ആയ ദ വർക്ക്സ് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം പറഞ്ഞു, പരിശുദ്ധാത്മശാസ്ത്രം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദ പേഴ്സൺ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, രണ്ടാമത്തെ പാർട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ. അതിൽ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം എന്ന ഭാഗം നമുക്കിവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്ന ടോപ്പിക്കിലേക്ക് നാം പഠിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുമ്പോൾ നമുക്ക് വളരെ അവനോടെ ആ ഭാഗത്തേക്ക് നമുക്ക് പഠിക്കാം. സ്റ്റഡി ഇൻ 3 ways. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ നമുക്ക് 3 വിധത്തിൽ പഠിക്കണം. 3 വിധത്തിൽ പഠിക്കുമ്പോൾ അതിന് ഒന്നാമത്തെ കാര്യമാണ് ഇൻ നേച്ചർ, പ്രപഞ്ചത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്. അതാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം ഇൻ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യനിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തെ കാര്യം വിശ്വാസികളിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ 3 വ്യൂവിലാണ് നമ്മൾ പഠിക്കുന്നത്. 3 വിധത്തിൽ നമ്മൾ പഠിക്കുകയാണ്. ശ്രദ്ധിക്കുക. നമ്പർ 1, നേച്ചർ, പ്രപഞ്ചത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ പ്രപഞ്ചത്തിൽ എന്ന് പറയുമ്പോൾ സങ്കീർത്തനങ്ങൾ 33-ന്റെ 6-ാം വാക്യം, ഇയ്യോബ് 33-ന്റെ 4-ാം വാക്യം, ഈ 2 വാക്യങ്ങൾ നമുക്കൊന്ന് ആധാരമായിട്ടൊന്ന് എടുക്കാം. സങ്കീർത്തനം 33-ന്റെ 6, ഇയ്യോബ് 33-ന്റെ 4. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ഓക്കെ, അവന്റെ വായിലെ ശ്വാസത്താൽ സകല സൈന്യവും ഉളവായി. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളിൽ നമ്പർ 1 ഇൻ ക്രിയേഷൻ, അതായത് പ്രപഞ്ചത്തിൽ എന്ന ഹെഡിങ്ങിൽ നമ്മൾ ആദ്യം പഠിക്കുന്നു ഇൻ ക്രിയേഷൻ, അഥവാ സൃഷ്ടിപ്പിൽ അവന്റെ വായിലെ വാക്കുകളാൽ ശ്വാസത്താൽ സകലത്തെയും സൃഷ്ടിക്കുന്നു. ഇയ്യോബ് 33-ന്റെ 4 പറഞ്ഞിരിക്കുന്നു,
ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. ഓക്കെ, ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സൃഷ്ടിതാവാണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകം 1-2 വാക്യങ്ങൾ നമുക്ക് കാണാറിയാവുന്ന വാക്യങ്ങളാണ്. അവിടെയും വ്യക്തമായി അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്കറിയാം. ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഓക്കെ, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ സൃഷ്ടിപ്പിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വളരെ വ്യക്തമായിരുന്നു. അതാണ് പ്രപഞ്ചത്തിൽ എന്ന ഹെഡിങ്ങിൽ ഒന്നാമത് നമ്മൾ പഠിച്ചു, ഇൻ ക്രിയേഷൻ, സൃഷ്ടിപ്പ്. നമ്പർ 2, all living beings were created by Holy Spirit. സകല സൃഷ്ടിജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. No, all living beings were created by Holy Spirit. എല്ലാ സൃഷ്ടിജാലങ്ങളും പരിശുദ്ധാത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടവയാണ്. സങ്കീർത്തനം 104, 29-30. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു, നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു. ഓക്കെ, നീ നീ നിന്റെ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരും. അപ്പൊ ഓൾ ലിവിങ് ബീങ്സ്, സകല ജീവനുള്ള അതേ സൃഷ്ടികളും പരിശുദ്ധാത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പ്രപഞ്ചത്തിലെ മൂന്നാമത്തെ കാര്യം, ഹ്യൂമൻ ബീയിങ്സ് വർ ക്രിയേറ്റഡ് ബൈ ഹോളി സ്പിരിറ്റ്. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി പുസ്തകം 2:7. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ അവന്റെ ജീവനുള്ള മൂക്കിലേക്ക് ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി മാറി. അപ്പൊ പരിശുദ്ധാത്മാവാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. നാലാമത്തെ കാര്യം കണ്ടോ, ഹോളി സ്പിരിറ്റ് ടേക്സ് കെയർ ഓഫ് ഓൾ ക്രിയേഷൻ. സകല സൃഷ്ടികളുടെയും ടേക്ക് കെയർ എന്ന് പറയുമ്പോൾ തന്നെ പരിചരണങ്ങൾ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഓർഡർ ഓഫ് ക്രിയേഷൻ, മോഡൽ ഓഫ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ക്രിയേഷൻ. ഈ സൃഷ്ടിജാലങ്ങൾ മുഴുവൻ അതാത് ഓർബിറ്റിൽ പോവുകയാണ്. ഓർത്തു നോക്കി, ഈ പ്രപഞ്ചത്തിൽ ഇത് മുഴുവൻ സൃഷ്ടിയുടെ ഒരു ക്രമമുണ്ട്, ഓർഡർ ഓഫ് ക്രിയേഷൻ. അപ്പൊ ഇതെല്ലാം ക്രമമായി ഭൗമോപരിതലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതെല്ലാം ഈ അന്തരീക്ഷ മണ്ഡലത്തിലെ സകല ക്രമീകരണങ്ങളും നാം കാണുമ്പോൾ നമ്മുടെ ദൈവത്തെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദെൻ മോഡൽ ഓഫ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ മാതൃക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വളരെ മാതൃകാപരമായിട്ടല്ലേ ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം നാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളിൽ ഒന്നാമത്തെ ഇൻ നേച്ചർ, പ്രപഞ്ചത്തിൽ അവ സൃഷ്ടിപ്പിൽ all living beings, human beings, Holy Spirit takes care. പരിചരണങ്ങൾ നൽകുന്നു. ഓർഡർ ഓഫ് ക്രിയേഷൻ, സൃഷ്ടികളുടെ ക്രമം, സൃഷ്ടിയുടെ മാതൃക, ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ. നമ്പർ 2, ഇൻ ഹ്യൂമൻ ബീങ്സ്, മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്താ? ഹോളി സ്പിരിറ്റ് ഷാൽ നോട്ട് സ്ട്രൈവ് ഫോർ എവർ. മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കൂ.
ഉൽപ്പത്തി 6-ാം അധ്യായം 3-ാം വാക്യം. മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. മനുഷ്യനിൽ എന്റെ ആത്മാവ് എല്ലാ കാലവും സദാകാലവും വായിച്ചുകൊണ്ടിരിക്കുകയില്ല. ഉൽപ്പത്തി 6:3 ഞാനത് ടൈപ്പ് ചെയ്തപ്പോൾ 3:6 നിങ്ങൾ തിരിക്കണമെന്ന് ഓർപ്പിക്കും. ഞാനത് തിരിച്ചോളാം. 6:3 എന്റെ ആത്മാവ് മനുഷ്യനിൽ സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിള് ഇവിടെ തന്നിരിക്കുക. ഹാനോക്ക്, നോഹ ഇവരെല്ലാം പ്രസംഗിച്ചു. ബട്ട് ജഡ്ജ്മെന്റ് കെയിം അപ്പോൺ ദം. ഹാനോക്ക് പ്രസംഗിച്ചു, വരുവാനുള്ള ദൈവിക ന്യായവിധിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പ്രസംഗിച്ചു എന്ന് യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. നോവ പ്രസംഗിച്ചു. എത്ര വർഷമാണ് നോവ പ്രസംഗിച്ചത്? ശ്രദ്ധിക്കണം, നമ്മളതിനെ നിസ്സാരമായിട്ട് കാണല്ലേ. 120 വർഷം പ്രസംഗിച്ചു നോഹ. നോവയുടെ പ്രസംഗത്തിന്റെ കണ്ടന്റ് ഒന്നേ ഉള്ളായിരുന്നു. ഒരൊറ്റ പ്രസംഗമാണ് 120 കൊല്ലം പ്രസംഗിച്ചത്. എന്താണ് 120 കൊല്ലം പ്രസംഗിച്ചത്? മഴ പെയ്യാൻ പോകുന്നു, മഴ പെയ്യാൻ പോകുന്നു, നിങ്ങൾ പെട്ടകത്തിൽ കയറാൻ പറഞ്ഞു. അതാ നോഹ പ്രസംഗിച്ചത്. ഹാനോക്ക് പ്രസംഗിച്ചു, ഒരു ന്യായവിധി വരാൻ പോകുന്നു. അത് യൂദായുടെ ലേഖനത്തിനകത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതാണ്. പക്ഷെ നോക്കിയേ, ബട്ട് ജഡ്ജ്മെന്റ് കെയിം അപ്പോൺ ദം. ന്യായവിധി അവിടെ വരുവാനായിട്ട് തന്നെ ഇടയായി. ഓക്കെ, രണ്ടാമത്തെ കാര്യം. അപ്പം മനുഷ്യന് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? നമ്പർ 1, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ഇനി നമ്പർ 2, കറക്റ്റ് ദ പീപ്പിൾ, ബോധം വരുത്തുന്നു. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് എത്ര കറക്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് പാപബോധമുണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. നീതിബോധമുണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. ന്യായവിധിയെക്കുറിച്ച് ബോധമുണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ആഗമന ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. അതാണ് എഴുതിയ കറക്റ്റ് ദ പീപ്പിൾ ഓഫ് സിൻ, ഓഫ് റൈറ്റ്വസ്നെസ്, ഓഫ് ജഡ്ജ്മെന്റ്. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുക. ഓക്കെ, നെക്സ്റ്റ് വൺ, സി, ABC എന്ന് നോക്കുക. സി, വിറ്റ്നസിങ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 26-27 വാക്യങ്ങൾ കണ്ടോ? ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ഈ സത്യാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ഒത്തിരി ദുരുപദേശങ്ങൾ ഇന്ന് വ്യാപരിക്കുന്നുണ്ട്. ദുരുപദേശത്തിൽ വീഴാതിരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി പരിശുദ്ധാത്മാവ് എന്ന് പഠിക്കണം, ശരിയായി ഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധമുണ്ടാകുന്നു. 2, ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയും.
അതാണ് യോഹന്നാൻ സുവിശേഷം 15-26-27 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ സാക്ഷ്യം പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിനകത്ത് 30 വാക്യങ്ങളിൽ എന്താ കിടക്കുന്നെന്ന് നോക്കൂ. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രയേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്കും നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികൾ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മരത്തിന്മേൽ തൂക്കപ്പെട്ട യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് സാക്ഷ്യം പറഞ്ഞത് അപ്പോസ്തലന്മാർ. തേർഡ് വൺ, ഇൻ ബിലീവേഴ്സ്. വിശ്വാസികളിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്താണ്? ഓക്കെ, നമ്പർ 1, ബോൺ അഗൈൻ ഹാപ്പൻഡ്. പുതുജനനം സാധിക്കുന്നു. പുതുജനനം യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-5 വരെയുള്ള വാക്യങ്ങളിൽ നിക്കോദീമോസുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സംഭാഷണം അവിടെ യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ ആമേൻ ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിനു യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഓക്കെ, അപ്പൊ പുതുജനനം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്. ബോൺ അഗെയിൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കും. സത്യത്തിൽ ബോൺ അഗെയിൻ ആകാതെ, പുതുജനനം പ്രാപിക്കാതെയൊക്കെ നമ്മുടെയൊക്കെ മാർഗത്തിൽ വന്ന് ശാനപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരാണ് സഭയുടെ ശാപം. അപ്പോൾ പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം തന്നെ പുതുജനനം നൽകും. ഓക്കെ, നമ്പർ 2, രണ്ടാമത്തെ കാര്യം, ഫ്രീ ഫ്രം ദ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നുള്ള മോചനം നൽകും. റോമാലേഖനം 8-ാം അധ്യായത്തിനകത്ത് 2-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഓക്കെ, അവിടെ എത്ര വ്യക്തമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഈ 7-ാം അധ്യായത്തിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെ, എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, പക്ഷെ എൻ്റെ പുറം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ജഡം കൊണ്ട് ഞാൻ പലപ്പോഴും തെറ്റ് ചെയ്തു പോകുന്നു. ഞാൻ ഇച്ഛിക്കാത്തത് തന്നെ ഞാൻ പലപ്പോഴും ചെയ്യുന്നു എങ്കിൽ ഞാനല്ല എന്നെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഞാൻ ഇച്ഛിക്കാത്ത പലതുമാണ് ചെയ്തു പോകുന്നത്. എനിക്കൊരിക്കലും തെറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല. സത്യം മാത്രം ചെയ്യണം, നീതി മാത്രം ചെയ്യണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഞാൻ ചെയ്തു വരുമ്പോൾ ഇച്ഛിക്കാത്ത പലതും ഞാൻ ചെയ്തു പോകും. അങ്ങനെയെങ്കിൽ എന്നെ നിയന്ത്രിക്കുന്നത് ഞാനല്ല, പാപമത്ര എന്നെ നിയന്ത്രിക്കുന്നതെന്ന് പറയുവാൻ ആർജവത്വമുള്ളവനായിരുന്നു പൗലോസ്ലീ.
അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ കാണുന്നു. അതെന്റെ അവയവങ്ങളിൽ പതിയിരുന്നു കൊണ്ട് എന്നിലുള്ള പാപത്തെ ഉദ്ദീപിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ പാപം ചെയ്തു പോകുന്നു. അയ്യോ, ഈ പാപത്തിന് അധീനമായ, ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്നെ ആര് വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ ഇതിലൊക്കെ ഞാൻ ജയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് 8-ാം അധ്യായത്തിനകത്ത് പൗലോസ് പറയുകയാണ്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകിയത് ജീവനുള്ള ആത്മാവിന്റെ പ്രമാണമാണ്. അങ്ങനെയല്ലേ 8:2 വായിച്ചത്? എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ അത് ക്ലിയർ ആകും. പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവില്ല. ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കി. 8:2. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അപ്പൊ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് മോചനം ലഭിച്ചിരിക്കുന്നു. ദൈവത്തെ നല്ലവനാണെങ്കിൽ അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അവിടെ വ്യക്തമായി പറഞ്ഞു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ് എനിക്കിതിൽ നിന്ന് മോചനം നൽകിയത്. ഓക്കെ, 3-ാമത്തെ കാര്യത്തിലേക്ക് നോക്കൂ. വിശ്വാസികളിൽ റോമലേഖനം 8-ാം അധ്യായത്തിന് 3-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. 8:3. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അടുത്തത്, ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിനു തന്നെ. ഒരു വാക്യം കൂടി. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഓക്കെ, അപ്പൊ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു എന്ന് പറഞ്ഞ ആ പാരഗ്രാഫ് മുഴുവൻ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞൊന്ന് വായിക്കണം. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്നൊക്കെ താഴോട്ട് കിടപ്പുണ്ട്. വളരെ വ്യക്തമായിട്ട് പറയുക, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ജഡത്തിന്റെ ചിന്ത മരണമാണ്, ആത്മാവിന്റെ ചിന്തയാണ് അത് നീതിയും സമാധാനവും, ജീവനും സമാധാനവും. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ് എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് മോചനം നൽകുന്നു. ഓക്കെ, നമ്പർ 3, 3-ാമത്തെ കാര്യം. വിശ്വാസികളിൽ ചെയ്യുന്ന 3-ാമത്തെ കാര്യം എന്താ? സ്ട്രെങ്തനിങ് ദ ഇന്നർ മാൻ. അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ജഡത്തെ ബലപ്പെടുത്തുകയല്ല. അതല്ലേ ഗലാത്യ സഭയോടൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിലോ സമാപിക്കുന്നത്? എഫേസ്യർ 3-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ നോക്കി. വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ ആകാത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. മതി 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 മതി. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. സ്വർഗത്തിനും ഭൂമിക്കും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടും.
അവിടെ എഴുതിയിരിക്കുന്ന പദം ശരിക്കും വായിച്ചു നോക്കണം. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്ങനെ? ആത്മാവിനാൽ. എന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അതിനുവേണ്ടിയാ പ്രാർത്ഥിക്കും. അപ്പൊ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നത് ആത്മാവിനാലാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടും, അകത്തെ മനുഷ്യൻ ബലപ്പെടും. സ്ട്രെങ്തനിങ് ദ ഇന്നർ മാൻ. അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകുന്നത്. ഈ അകത്തെ മനുഷ്യന് ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാന്ന് ചോദിച്ചാല്, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ അകത്തെ മനുഷ്യന് ബലമുണ്ടോ. അകത്തെ മനുഷ്യന് ബലമുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളൊന്നും വലുതായി തോന്നത്തില്ല. അതുകൊണ്ടല്ലേ പൗലോസ് ശ്ലീഹ 2 കൊരിന്ത്യർ 4:16 പറഞ്ഞത്, നിങ്ങളുടെ പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോയാലും അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ട് നൊടി നേരത്തേക്ക്, നൊടി എന്ന് പറഞ്ഞാൽ ഇതാണ് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനത്തിന് ഹേതുവാകുന്നെങ്കിൽ ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്ത ഒന്നാണ് നിത്യം. അപ്പൊ നിത്യമായി കാണാത്ത ഒന്നിനു വേണ്ടി ദൈവം ഈ തലമുറയിൽ നമ്മളെ ആക്കി വച്ചിരിക്കുമ്പോൾ നമ്മുടെ പുറമേ ഉള്ളവനല്ല പുഷ്ടി പിടിക്കേണ്ടത്, ആകമേ ഉള്ളവനാണ് പുഷ്ടി പിടിക്കേണ്ടത്. നമ്മുടെ ബോഡി വെയിറ്റ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പുറമേ ഉള്ളവന് നല്ല ബലമുണ്ട്. പക്ഷെ ഈ അകത്തെ മനുഷ്യനെ തൂക്കാനായിട്ട് നമുക്കൊരു വെയിങ് മെഷീൻ ഉണ്ടായിരുന്നുവെങ്കിൽ, നമ്മുടെ അകത്തെ മനുഷ്യന്റെ വെയിറ്റ് ഒന്ന് തൂക്കി നോക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ICUയിൽ അഡ്മിറ്റ് ചെയ്തേനെ. കാരണം അകത്തെ മനുഷ്യന് ഈ പറയുന്ന വലിയ ബലമൊന്നുമില്ല. എന്തെങ്കിലും ഒരു നിസ്സാരമായ ഒരു കാര്യം വരുമ്പോഴും അതിനകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ നിയന്ത്രണം വിട്ടു പോകുന്നെങ്കിൽ അതിനർത്ഥം അകത്തെ മനുഷ്യന് ബലമില്ലെന്നല്ലേ. പണ്ട് ഈ പ്രായമുള്ളവർ പറയുമായിരുന്നു, ഈ പാമ്പുകളെ തിരിച്ചറിയാൻ വേണ്ടി മണ്ണിട്ട് കൊടുത്താൽ മതി എന്നാണ്. പാമ്പിനെ കാണുമ്പോൾ വെച്ചാൽ മണ്ണിട്ട് കൊടുക്കാമെങ്കിൽ മൂർഖനാണെങ്കിൽ അത് പത്തി ഉയർത്തിക്കൊണ്ട് വരും. അതേസമയത്ത് ചേരയാണ് ആരെയും പൊക്കോളുന്നത് മണ്ണിട്ട് കൊടുത്ത്. അപ്പൊ ഈ മണ്ണുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ ഈ നമ്മുടെ ബലം എന്നാ ഉണ്ടെന്ന് അറിയത്തുള്ളൂ. അപ്പൊ ഈ മണ്ണുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ നിയന്ത്രണം വിട്ടു പോകുന്നെങ്കിൽ അകത്തെ മനുഷ്യന് ബലമില്ലാത്തതുകൊണ്ട്. അകത്തെ മനുഷ്യന് ബലം ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത്. വിശ്വാസികളിൽ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തും. ഇനി നാലാമത്തെ കാര്യം, They became children of God. റോമാലേഖനം 8-ാം 14 പൗലോസ് ശ്ലീഹ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവമക്കളാണ്. ഹലോ, അപ്പൊ നമ്മൾ ദൈവമക്കളാണെങ്കിൽ ദൈവാത്മാവാണ് നമ്മളെ നടത്തുന്നത്. ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവമക്കളായിരിക്കുന്നത്. ഓക്കെ, 5-ാമത്തെ കാര്യം നോക്കിക്കോളൂ.
gives life to our mortal body. റോമാലേഖനം 8-11 വാക്യം. നമ്മുടെ മോർട്ടൽ ബോഡി, ഇമ്മോർട്ടൽ ആൻഡ് മോർട്ടൽ. മോർട്ടൽ എന്ന് പറഞ്ഞാൽ ദ്രവിക്കുന്ന ശരീരം, മൃതശരീരം, അതിനാണ് ഈ മോർട്ടൽ ബോഡി എന്ന് പറയുന്നത്. ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ ദ്രവിക്കാത്ത ശരീരം. അവ ഗിവ്സ് ലൈഫ് ടു അവർ മോർട്ടൽ ബോഡി. മൃതശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും, അല്ല ജീവൻ നൽകും. റോമാലേഖനം 8-11 വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ക്രിസ്തുയേശുവിന്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ മൃതശരീരങ്ങളെ ഉയർപ്പിക്കും. അപ്പൊ നമ്മൾ നോക്കുക, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് എത്ര ഭയങ്കരമായിട്ടാണ്. ഓക്കെ, 6-ാമത്തെ കാര്യം 2 തെസ്സലോനിക്കർ 2-ാം വാക്യത്തിൽ. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ ദൈവം നമ്മളെ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ആത്മാവിന്റെ വിശുദ്ധീകരണത്തിൽ. അപ്പൊ ഈ ആത്മാവ് കൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന സാങ്ക്ടിഫിക്കേഷൻ. എന്താണ് സാങ്ക്ടിഫിക്കേഷൻ? വിശുദ്ധീകരണം. എന്താണ് ജസ്റ്റിഫിക്കേഷൻ? നീതീകരണം. നീതീകരണം ഒരിക്കൽ സംഭവിക്കുന്നതാണ്. സാങ്ക്ടിഫിക്കേഷൻ ഡേ ബൈ ഡേ, ദിനംതോറും നമ്മൾ നടക്കുന്നതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. വിശുദ്ധീകരണം. അപ്പൊ വിശുദ്ധീകരണത്തിൽ പരിശുദ്ധാത്മാവാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. ഈ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാല് അത് 3 ടൈപ്പാണ് വിശുദ്ധീകരണമുള്ളത്. ഒന്നാമത്തെ വിശുദ്ധീകരണത്തിന്റെ പേരാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയും. സ്ഥാനീയ വിശുദ്ധീകരണം എന്ന് പറയും. അത് എബ്രായലേഖനം 10-ാം വാക്യത്തിനകത്തുണ്ട്. ഒരു സ്ഥാനീയ വിശുദ്ധീകരണം. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കൽ കഴിച്ച ശരീരയാഗത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു ഒരിക്കലായി നമുക്ക് വേണ്ടി തന്റെ ശരീരം നൽകിയ ശരീരയാഗത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നോക്കിക്കോളൂ. അപ്പൊ എന്താ അത്? ദാറ്റ് ഈസ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. അതായത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് നമ്മൾ അതിന് വിശ്വസിച്ചപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടു. എന്നാൽ ഇവിടെ ഉപയോഗിച്ചത് വിശുദ്ധീകരിക്കപ്പെട്ടെന്ന് ഉപയോഗിച്ചിരിക്കും. രണ്ടാമത്തേതാണ് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റേത് സ്ഥാനം കൊണ്ട് നമ്മൾ വിശുദ്ധന്മാരാണ്. രണ്ടാമത്തേത് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. 2 കൊരിന്ത്യർ 1 വാക്യം ഒന്ന് വായിച്ചു നോക്കി. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. എത്ര ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു. ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങൾ നീക്കിയിട്ട് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇത് നമ്മുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. എബ്രായലേഖനം 10:10 പറഞ്ഞത് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ 2 കൊരിന്ത്യർ 7:1 പറഞ്ഞത് ജഡത്തിലെ ആത്മാവിനെ സകല കന്മഷവും നീക്കി നിങ്ങൾ ദൈവഭയത്തിൽ നിങ്ങൾ വിശുദ്ധീകരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഡേ ബൈ ഡേ
വിശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. പൂർണ്ണമായ വിശുദ്ധീകരണം. ഈ പൂർണ്ണ വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ എത്തുക. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന് 1 മുതൽ 3 വരെ വാക്യങ്ങളൊന്ന് വായിച്ചു. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാമും ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മയും അറിയുന്നില്ല. കണ്ടോ? പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. ഉണ്ടോ? നാം അവനോട് സദൃശ്യന്മാരാകും. ദാറ്റ്സ് കോൾഡ് പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. അതിനെയാണ് പൂർണ്ണ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അപ്പോൾ തന്നെ മറ്റൊരു പദവും കൂടെ പറയാം, തേജസ്കരണം എന്ന് വേണേൽ പറയാം. പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷനെ തന്നെയാണ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫിലിപ്പിലേഖനം 3-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ ശരീരം കേട്ടോ വന്ന് നമ്മെ അനുരൂപമായി നമ്മെ രൂപാന്തരപ്പെടുത്തിയെടുക്കുകയാണ്. സത്യത്തിൽ നമ്മള് പരിശുദ്ധാത്മാവ് നമ്മെ ദിനംതോറും ഈ വിശുദ്ധീകരണത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് എത്തിച്ചേരേണ്ടതിനാണ്. ക്രിസ്തുവിന്റെ താഴ്മ, ക്രിസ്തുവിന്റെ സൗമ്യത, ക്രിസ്തുവിന്റെ ആ ആറ്റിറ്റ്യൂഡ്, ക്രിസ്തുവിന്റെ വിശുദ്ധി, ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ പാപമില്ലായ്മ, ഇതെല്ലാം എന്നിൽ നിങ്ങൾ പകർത്തിയെടുക്കണം. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിൽ അവന്റെ ശരീരവുമായി അനുരൂപമായി വന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തിയെടുക്കുകയാണ്. ആ രൂപാന്തരമാണ് നമ്മളുണ്ടാകുന്നത്. നമ്മുടെ ബൈബിൾ ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേറ്റഡ് ആകുന്നു എന്നുള്ള ഒരു വശമുണ്ടെങ്കിലും മറുവശം നമ്മിൽ രൂപാന്തരം ഉണ്ടാവണം. എന്തിനാണ് നമ്മൾ ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്? നമ്മൾ രൂപാന്തരം ഉണ്ടാകാൻ വേണ്ടിയാണ്. നമ്മൾ വലിയ മാറ്റം ഉണ്ടാവണം. സ്വഭാവ രൂപീകരണത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടണം. വേദപുസ്തകം പഠിച്ച് വരുന്തോറും ദൈവിക സ്വഭാവത്തിലേക്ക് നമ്മൾ വരുന്നില്ല എങ്കിൽ വളരെ പരിതാപകരമായിരിക്കും പ്രിയരെ. 1 Corinthians 15-ാം അധ്യായത്തിനകത്ത് 35 മുതൽ 50 വരെയുള്ള വേദവാക്യങ്ങൾ മുഴുവൻ ഈ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണി എത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിനും അതതിന്റെ ശരീരവും കൊടുക്കുന്നു. അതായത് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ പാപലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു, എന്നാൽ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷനിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു മരണാനന്തര ജീവിതത്തെ കുറിച്ച് നമ്മൾ ഏത് ശരീരമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് മരണശേഷം. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്നുവെന്നും
ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്ന് ചോദിക്കുന്നു. മൂഢാനി വിതയ്ക്കുന്ന ചത്തില്ലെങ്കിൽ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഒരു ബോട്ടോണിക്കൽ ആർഗ്യുമെന്റ് ആണ്. അപ്പോസ്തലനായ പൗലോസ് കൊണ്ടുവന്ന ഒന്നാമത്തെ ആർഗ്യുമെന്റ് ബോട്ടോണിക്കൽ ആർഗ്യുമെന്റ്, അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് കൊണ്ടുവന്നത്. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയായിരിക്കും, നിലത്ത് വീണ് ചത്തുവെങ്കിൽ വളരെ ഫലം കായ്ക്കും. ദൈവം തനിക്ക് ഇഷ്ടമുള്ള ശരീരം കൊടുക്കുന്നു. രണ്ടാമത് പൗലോസ് ശ്ലീഹ ഉപയോഗിച്ച ഉദാഹരണം എന്ന് പറയുന്നത് അവിടെ എഴുതിയിരിക്കുകയാ. അതിന് ബാക്കി സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, സ്വർഗീയ ശരീരങ്ങളും മതി. അപ്പൊ കണ്ടോ, രണ്ടാമത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സുവോളജിക്കൽ ആർഗ്യുമെന്റ് ആണ്. ജന്തുശാസ്ത്രത്തിൽ നിന്ന് ഒരു ഉദാഹരണമാണ് എടുത്തത്. മനുഷ്യന്റെ ശരീരം വേറെ, കന്നുകാലിയുടെ ശരീരം വേറെ, പക്ഷിയുടെ ശരീരം വേറെ. കേട്ടോ, ശരീരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്നാമത് സസ്യശാസ്ത്രത്തിൽ എന്ന് പറഞ്ഞു, രണ്ടാമത് ജന്തുശാസ്ത്രത്തിൽ എന്ന് പറഞ്ഞു, അഥവാ ബോട്ടോണിക്കൽ ആർഗ്യുമെന്റ് നിരത്തി, രണ്ടാമത് സുവോളജിക്കൽ ആർഗ്യുമെന്റ് നിരത്തി. ഇനി അടുത്ത കാര്യം എന്നാ പറയുന്നത്, താവട്ട് വായിച്ചേ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദം ഉണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും മരിച്ചവരുടെ തന്നെ ആയിരിക്കും. ശ്രദ്ധിക്കുക, മൂന്നാമത് ഉപയോഗിച്ച ഉദാഹരണം എന്ന് പറയുന്നത് വാനനിരീക്ഷണ ശാസ്ത്രമാണ്. കേട്ടോ, വാനനിരീക്ഷണ ശാസ്ത്രത്തിൽ നിന്ന് ഒരു ഉദാഹരണം എടുത്തത്, ആസ്ട്രോണോമിക്കൽ ആർഗ്യുമെന്റ് എടുത്തത്. എന്താണ് ഈ ആസ്ട്രോണോമിക്കൽ ആർഗ്യുമെന്റ്? സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. ഇതിനൊക്കെ പോയിരുന്നു. മായ പ്ലീസ് ഓഫ്, സ്വിച്ച് ഓഫ്. ഓക്കെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനമാവണ്ണം തന്നെ. മൂന്ന് ആർഗ്യുമെന്റുകൾ പൗലോസ് നിരത്തി. ഒന്ന് ബോട്ടണിക്കൽ ആർഗ്യുമെന്റ്, രണ്ട് സുവോളജിക്കൽ ആർഗ്യുമെന്റ്, മൂന്ന് ആസ്ട്രോണോമിക്കൽ ആർഗ്യുമെന്റ്, അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിൽ നിന്ന്, ജന്തുശാസ്ത്രത്തിൽ നിന്ന്, വാനനിരീക്ഷണ ശാസ്ത്രത്തിൽ നിന്ന് ഉദാഹരണം സഹിതം പൗലോസ് പറഞ്ഞു മരിച്ചവരുടെ പുനരുത്ഥാനം ആവണ്ണം തന്നെ. ഇനി മരിച്ചവരുടെ ശരീരം എങ്ങനെയാ ഉയർത്തെഴുന്നേൽക്കുന്നത്? അതാണല്ലോ നമ്മുടെ ടോപ്പിക്ക്, തേജസ്കരണം. അടുത്ത വാക്യം വായിച്ചേ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, ആ ദ്രവത്വത്തിൽ ഉയർക്കുന്നു. വായിക്കേ. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. നെക്സ്റ്റ് വൺ. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. നെക്സ്റ്റ് വൺ. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിക്കുന്ന ജീവിപ്പിക്കുന്ന ആത്മാവായി. ഇനി താവട്ട് ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്. ഓക്കെ, ആ താവട്ടുള്ള വാക്കുകൾ നിങ്ങൾ ശാന്തമായിട്ട് ക്ലാസ് കഴിഞ്ഞ് വായിച്ചാൽ മതി. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെ ബലഹീന ശരീരമാണ്, ഡീക്കേഡ് ബോഡിയാണ്. ഡേ ബൈ ഡേ നമ്മുടെ കോശങ്ങൾ ഓരോന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു, സെല്ലുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഷുഗർ ഉള്ളവർ എത്ര മരുന്ന് ചെയ്തിട്ടും ഷുഗർ കുറയുന്നൊന്നുമില്ല.
ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഡീക്കേയ്ഡ് ബോഡിയാണ്. ഒരു സുദിനത്തിൽ ഡീക്കേ ചെയ്ത് ഇത് മണ്ണോട് മണ്ണ് ചേരും. എന്നാൽ പറയുന്ന വാക്ക് ശ്രദ്ധിക്കൂ, മണ്ണിൽ വിതയ്ക്കുന്നു എന്നാണ് ബൈബിൾ ടെർമിനോളജി. മണ്ണിലേക്ക് വിതയ്ക്കുകയാണ്. അവിടെ നിന്ന് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും. ഉണ്ടോ? ആത്മീക ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും. That will happen on the day of his calling, of his coming, of his second coming. അവന്റെ രഹസ്യ വരവെങ്കിൽ, രണ്ടാമത്തെ വരവെങ്കിലാണ് സംഭവിക്കുക. അവിടെയാണ് പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയും. വിശ്വാസികളിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികൾ. ഓക്കെ, ഈ സ്ലൈഡ് ഞാൻ മാറ്റുന്നു. നെക്സ്റ്റ് വൺ, ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം, പരിശുദ്ധാത്മ സ്നാനം എന്നൊരു ഹെഡിങ് അടുത്ത പേജിൽ എഴുതണം. പരിശുദ്ധാത്മ സ്നാനം. എന്താണ് ഈ പരിശുദ്ധാത്മ സ്നാനം? ഓക്കെ, അതിന്റെ സബായിട്ടൊന്ന് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം. ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം എന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കൂ. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ തന്നെ 1, 2, 3, 4, 5, 6, 7 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുക പരിശുദ്ധാത്മ സ്നാനം എന്ന വാക്ക്. ആദ്യത്തെ 4 സുവിശേഷങ്ങളിലാണ്. അതിൽ ഒരെണ്ണം വായിച്ചാൽ മതി, അത് തന്നെയാണ് 4. അതുകൊണ്ട് 4 കൂടെ വായിക്കേണ്ട, ഏതെങ്കിലും ഒരെണ്ണം വായിച്ചോളൂ. മത്തായി 3:11 ആയിക്കോട്ടെ. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. അവൻ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ യേശു ക്രിസ്തു നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. അത് തന്നെയാണ് മർക്കോസ് 1:8, അത് തന്നെയാണ് ലൂക്കോസ് 3:16, അത് തന്നെയാണ് യോഹന്നാൻ 1:33. 4 സുവിശേഷങ്ങളിലും യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ് ഈ വാക്ക് ഉപയോഗിച്ചുവെങ്കിൽ 5-ാമത്തേത് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം-അധ്യായം 5-ാം വാക്യം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്ക് ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. നിങ്ങളൊന്ന് നോക്കിയേ, ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറയുക, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അപ്പം ഇതുവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിച്ചില്ലല്ലോ. യേശു ക്രിസ്തു ഇത് പറയുന്നത് വരെ ഏറെ നാൾ കഴിയുന്നതിന് മുമ്പെന്നാ പറഞ്ഞത്. അധികം താമസിക്കാതെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. യെസ്, അപ്പോസ്തലപ്രവൃത്തി 11-ാം-അധ്യായം 16-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. കേട്ടോ, കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ പരിശുദ്ധാത്മാ സ്നാനം നടന്നു. ഉണ്ടോ? പരിശുദ്ധാത്മാവിന്റെ സ്നാനം നടക്കുമെന്ന് പറഞ്ഞത് ഞാൻ ഓർത്തു എന്നാ പറഞ്ഞു. അപ്പൊ അവിടെ നടക്കുന്ന പരിശുദ്ധാത്മ സ്നാനമായിരുന്നു എന്ന് പത്രോസ് തിരിച്ചറിഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 1:5 പറഞ്ഞു, നിങ്ങൾക്കിനി ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കുമെന്ന്. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 11-ാം-അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞു, അയ്യോ, ഇത് ഞാൻ കാണുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം നിങ്ങൾക്ക് നൽകുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തു. അപ്പൊ ആത്മസ്നാനം ഇതിന്റെ ഇടയിൽ നടന്നു. ഓക്കെ, 1 കൊരിന്ത്യർ 12-ാം-അധ്യായം 13-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. മതി, ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും. അപ്പം പരിശുദ്ധാത്മ സ്നാനം എന്ന പദം പുതിയ നിയമത്തിൽ
7 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. ആ 7ന്റെയും റഫറൻസ് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു പദം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഹോളി സ്പിരിറ്റ് ഫില്ലിംഗ്, ആത്മനിറവ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പൊ സ്പിരിറ്റ് ഫില്ലിംഗ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ആത്മനിറവ്, ഇത് തന്നെയാണ് ആത്മസ്നാനവും. പല പദങ്ങൾ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊന്ന് പരിചയപ്പെടുത്തുക, ഇതെല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആകാതിരിക്കാൻ. ആത്മസ്നാനമായിരുന്നു അവിടെ നടന്നത്. 2:4, 9:17. ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ചു പരിശുദ്ധാത്മപൂർണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന്, സ്പിരിറ്റ് ഫില്ലിംഗ് നിനക്കുണ്ടാകണം, ആത്മനിറവ് നിനക്കുണ്ടാവേണ്ടതിന്. അപ്പൊ തന്നെ നമ്മൾ ബൈബിൾ വായിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹോളി സ്പിരിറ്റ് കെയിം, സെയിം മീനിങ് തന്നെ. ഹോളി സ്പിരിറ്റ് ഫെൽ ഓൺ, വീണു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ വായിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വീണു. ഹോളി സ്പിരിറ്റ്സ് ഔട്ട് പോറിംഗ്, പരിശുദ്ധാത്മാവിന്റെ പകർച്ച. യോവേൽ എന്ന് പറയുന്ന ആള് പഴയ നിയമത്തിൽ 2-ാം അധ്യായത്തിനകത്ത് 28-29 വാക്യത്തിൽ യോവേൽ പ്രവാചകൻ ഒരു പ്രവചനം നടത്തി. എന്തായിരുന്നു പ്രവചിച്ചത്? അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ. അപ്പൊ വളരെ വ്യക്തമായി അവിടെ നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി പഠിക്കുന്നവരല്ലേ. അപ്പൊ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് ഇവിടെ നിറവേറിയെന്ന് അപ്പോസ്തലനായ പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റുന്ന അതേ ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നുണ്ടല്ലോ അപ്പോസ്തലപ്രവൃത്തിക്കകത്ത് 2-ാം അധ്യായത്തിൽ. ശ്രദ്ധിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ ഔട്ട്പോറിംഗ് നടക്കുന്ന 4 രംഗങ്ങൾ ഞാൻ വളരെ വേഗം നിങ്ങളൊന്ന് കാണിക്കാം. 4 റഫറൻസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മ പകർച്ച നടന്ന, ആത്മസ്നാനം നടന്ന 4 രംഗങ്ങൾ പുതിയ നിയമത്തിൽ അപ്പോസ്തലപ്രവൃത്തിയിലുണ്ട്. ഔട്ട്പോറിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ ദ ബുക്ക് ഓഫ് ആക്ട്സ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കും പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാലകളെ പിളർക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അവിടെ നിങ്ങൾ ഗൗരവമായിട്ട് പഠിക്കണം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. കാറ്റടിച്ചെന്നാണോ അവിടെ എഴുതിയിരിക്കുന്ന മുഴക്കമുണ്ടായെന്നാണോ? ശരിയായിട്ട് നിങ്ങൾ വായിച്ചു പഠിക്കണേ ഒരു ദിവസം. കൊടിയ കാറ്റടിക്കുന്നത് പോലെ, കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തൊന്നും മുഴക്കമുണ്ടായി. അതാ ചോദിച്ച, കാറ്റാണോ അടിച്ചത് മുഴക്കമാണോ ഉണ്ടായെന്ന് ചോദിച്ചു. അവിടെ മുഴക്കമുണ്ടായി. കാറ്റടിക്കുന്നത് പോലെ മുഴക്കം ഉണ്ടായെന്നേ ഉള്ളൂ. അപ്പൊ അവിടെ കാറ്റല്ല അടിച്ചത്. ബൈബിൾ ശരിയായിട്ട് വായിച്ചു പഠിക്കണം. നമ്മൾ പാടും കൊടിയ കാറ്റടിക്കണമെന്നൊക്കെ, പാടിക്കോ, വിരോധമൊന്നുമില്ല, സന്തോഷത്തോടെ പാടിക്കോ. പക്ഷെ കാറ്റല്ല അവിടെ അടിച്ചത്, അവിടെ മുഴക്കമാണ് ഉണ്ടായത്. ഭയങ്കര മുഴക്കമുണ്ടായി. അഗ്നി നാവുകൾ പോലെ പിറന്ന അഗ്നി ജ്വാലകൾ പോലെ പിറന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവരെല്ലാവരും ആത്മനിറവിൽ
അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനം നടന്നപ്പോൾ, ആത്മാവിന്റെ നിറവ് നടന്നപ്പോൾ, ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ, ആത്മാവ് അവരെ ടച്ച് ചെയ്തപ്പോൾ അവർ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു. 8-14 അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ ഒരു വാക്യം വായിക്കേ. സ്നാനമേറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. മതി. അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അതെന്തോ അനുഭവം ഉണ്ടോ? വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുക. ശമരിയിലുള്ളവരെല്ലാം കൂടെ ക്രിസ്തുവിനെ അംഗീകരിച്ചു, അവർ സ്നാനപ്പെട്ടു. പക്ഷേ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നില്ലായിരുന്നു. സ്ത്രീകന്മാർ വന്ന് കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. നമ്പർ 3, 10-44 ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഞാൻ പറയും, വചനം കേൾക്കാത്തവരുടെ മേൽ ഉറക്കവും വന്നു എന്ന് പറയും. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അടുത്ത വാക്ക് എന്നാ എഴുതിയിരിക്കുന്നത്? വേഗം. ഓക്കെ, മതി. അവരെല്ലാവരും അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. കൃത്യം 10 ഒറ്റ വാക്യം വായിച്ചു. 19-6 വാക്യം. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, മനസ്സിലായോ? യെരൂശലേമിൽ ആത്മപകർച്ച ഉണ്ടായപ്പോൾ അവർ അന്യഭാഷ പറഞ്ഞു. ശമരിയായിൽ ആത്മപകർച്ച ഉണ്ടായപ്പോൾ അവർ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചു. കോർന്നല്യോസ് പാർക്കുന്ന കൈസരിയായിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു. എഫസോസിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചു. ഇതിൽ കൂടിയ തെളിവ് എന്തിനാണ് പ്രിയരെ നമുക്ക് ലഭിക്കേണ്ടത്? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഏകവും പ്രത്യക്ഷമായി അവരിൽ ഉണ്ടായത് അന്യഭാഷാ ഭാഷണത്തോടുകൂടെ ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ തന്നെ സ്വഭാവ രൂപീകരണവും ഉണ്ടായി. ഓക്കെ, thank you. Hand over to Pastor Lalu Jake. The next portion will be on next Wednesday. Praise the Lord. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചുവല്ലോ. കർത്താവിന്റെ ദാസനും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവസാനമായി പ്രിയ സിസ്റ്റർ അന്നമ്മ ജോൺസൺ പ്രാർത്ഥിക്കുമോ? അന്നമ്മ ജോൺസൺ പ്രാർത്ഥിച്ചാണ്. അൺമ്യൂട്ട് ചെയ്യുമോ? അല്ല, വേണ്ട. ഓക്കെ, പ്രിയ ജോയ്ക്കുട്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചാണ്. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗം നല്ല പിതാവേ, ഒരിക്കൽ കൂടെ ഒരുമിച്ച് ചേർന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നു. അല്പസമയം കർത്താവിന്റെ വചനം ധ്യാനിപ്പാനുള്ള ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നല്ലോ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും അതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും വളരെ ആഴമായി നിന്റെ വിലപ്പെട്ട ദാസൻ കൂടി കേൾക്കുവാനും അത് ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് പകരപ്പെടാനും ദൈവമിടയാക്കിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വീണ്ടും അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി നിന്റെ ദാസനെ ഉപയോഗിക്കുമാറാകണം. അനേകർക്ക് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. കേൾക്കപ്പെട്ട വചന ഹൃദയത്തിൽ ആഴമായി പതിയപ്പെടാനും ജീവിതത്തിൽ കർത്താവ് ഇത് പ്രയോജനപ്പെടുവാനും ഞങ്ങൾ എല്ലാവരെയും
പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കോളേജിന്റെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഷാജി ഭാഷയും കുടുംബത്തെയും പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ലാലു ഭാഷയും കുടുംബത്തെയും കർത്താവെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. മറ്റേ പഠിപ്പിക്കുന്ന കർത്തദാസന്മാരെയും കുടുംബങ്ങളെയും പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ നാമത്തിനായി പ്രയോജനപ്പെടുവാനും അങ്ങയുടെ വരവ് നോക്കി ലക്ഷ്യം പ്രാപിച്ച് ജീവിപ്പാനും ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ അധികമായി പകരണമേ. ഞങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. സകല മഹത്വവും ദൈവം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും പ്രത്യേകാലം ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനത്തോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.